നമ്മുടെ കറുപ്പയ്യണ്ണൻ ഈ പറമ്പിൽ പണിയെടുക്കുന്നുണ്ട്. മൂന്നാർ ട്രിപ്പ്, അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോഴേക്കും കൊടൈക്കനാൽ ട്രിപ്പ്, അങ്ങനെ 2-3 ട്രിപ്പുകൾ കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ തൃശ്ശൂർ പൂരം, അങ്ങനെയൊക്കെ ആയിട്ട് 1-2 ആഴ്ച കടക്കാണ്ടിരുന്നപ്പോഴേ ഈ പറമ്പ് അത്യാവശ്യം കാട് പിടിച്ചു. അപ്പോൾ അണ്ണനെ നിർത്തിയിട്ടുണ്ട്, ഒപ്പം ചേട്ടനും നിൽക്കുന്നുണ്ട്. അപ്പം അണ്ണനുള്ള ചായയാണിത്. அண்ணா சாயா அண்ணா பசிக்கிறக்கா பசிக்கிறதுக்கு பசிக்கணுண்டோன்னு பசிக்கிறதுக்கு சாப்பாடு തമിഴും കൂടി ചേട്ടൻ മണിക്ക് ചായ വാ ചായ കുടിക്കുക. ഞാനും അണ്ണനും ഇവിടെ വെടുപ്പാക്കണ പരിപാടിയിലാണ്. നമ്മുടെ ഈ സ്ഥലം സജീൻ്റെ സ്ഥലം നമ്മൾ നോക്കാൻ തുടങ്ങിയിട്ട് 1 കൊല്ലം ആ പറയില്ല സരിത. കഴിഞ്ഞ വേനൽക്കാലത്തല്ലേ എടുത്തത് ഈ സ്ഥലേ? 1 കൊല്ലം ആയാ? 1 കൊല്ലം പറയും. ഇവിടെയൊക്കെ വെടുപ്പാകണം കേട്ടോ. ഇവിടെയൊക്കെ തോന്നിപ്പോലെയൊക്കെ എടുക്കണത്. അതായത് ഒരു യുദ്ധം കഴിഞ്ഞ യുദ്ധക്കളം പോലെയാണ്. കണ്ടില്ല, ഇവിടെയൊക്കെ കറ പിടിച്ച് കുറേ സാധനങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങളും അതൊക്കെ ഉണ്ട്. കറ പിടിച്ചത് മറ്റേ ഈ മാവിൻ്റെ ഇത് വീണിട്ടാ. വെള്ളം എന്തായാലും അല്ല ഉണ്ണാന്ന് അണ്ണ ദേ ആ ഡ്രമ്മില് കൈ കഴുകലാം. ആൾക്ക് മലയാളം മനസ്സിലാവും. അതെ, നമുക്കറിയോ? ആൾക്ക് മലയാളം അറിയും. ചേട്ടൻ തമിഴ് പറഞ്ഞ് കൊളാക്കണ്ട. അല്ല, ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ട. അപ്പോൾ ഇവിടെ പകല് കുറേ പണികളല്ലേ? അണ്ണനപ്പം 2-3 ദിവസം നിർത്തിയിട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും മഴ തുടങ്ങും. നിങ്ങൾ കടക്കാൻ പറ്റാണ്ടാവും, വീണ്ടും ഭയങ്കര കാടാവും. അങ്ങനെയൊന്നുമില്ല, നീറ്റാക്കണം. ആദ്യം നല്ല വൃത്തിയായിരുന്നു. ഇഷ്ടം പോലെ പച്ചക്കറികളുണ്ട്. അവിടെ ഇരുന്നോ? മൂത്താള് ഈ വീട്ടിലത്തെ ആള്. വലിയേട്ടൻ. ചേച്ചി ഉണ്ടാ? ഇല്ലില്ല, ഉണക്ക ചേച്ചിയില്ല. എനിക്ക് ചേച്ചിയില്ല, നമുക്ക് ചേച്ചി ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. അമ്മക്ക് 6 മക്കളല്ല? 7 മക്കള്. 6 ആണ്, ഒരു പെണ്ണ്. തങ്കച്ചിയാ? ഏറ്റവും താഴെ. എനിക്ക് തമിഴ് തിരിയും, നല്ല തിരിയും. എനിക്ക് വേണ്ട. അണ്ണൻ കുടിച്ചു. ഞാൻ കഞ്ഞി കുടിച്ചില്ല. അല്ലേ, കഞ്ഞി കുടിച്ചു. ഇപ്പൊ താൻ കുടിച്ചത്. അണ്ണനെ മധുരം ഭയങ്കരമായിട്ട് വേണം. പഞ്ചാരപ്രിയനാ. നമ്മള് സാധാരണ ഈ പ്രായത്തിലുള്ളവരൊക്കെ മധുരം കുറച്ച്, ഹോട്ടലിൽ കയറിയാലും മധുരം കുറച്ച് മതിയില്ല. അണ്ണന് 5 ടീസ്പൂൺ പഞ്ചസാര ഒരു ചായ ഗ്ലാസ്സിലിട്ടാലും കുഴപ്പമില്ല. അന്ത മധുരം എന്താ ഇഷ്ടം ആവാൻ കാരണം? നമ്മൾക്ക് പ്രഷർ ഷുഗർ ഒന്നുമില്ലേ? അതുകൊണ്ട് മധുരം വെറുതെ വാരി കഴിക്കണമെന്നുണ്ടാ? അല്ല, ചിലവർക്ക് ഇഷ്ടമുണ്ടാവും ചേട്ടാ മധുരം. നമ്മുടെ ചെറുയേട്ടന് മധുരം ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു. അതെ, ചെറുയേട്ടൻ ഷുഗർ വന്നോടുകൂടിയാണ് മധുരം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. അതെ, ജഗ്ഗുവിന് മധുരം തീരെ ഇഷ്ടമല്ല. ഇവനെ അല്ല, ഞാൻ പറഞ്ഞതേ നമ്മുടെ മലയാളികൾ, ഇവിടെ മലയാളികളില്ലേ, ഒരുവിധം പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം അധികം കഴിക്കില്ല. കുറച്ചു ഷുഗർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെശകാണേ മധുരേ. അപ്പം ഞാൻ ഇന്നോട്ടിട്ട് ചായ, കാപ്പി ഇതൊന്നും കഴിക്കാൻ തീരുമാനിച്ചിട്ട് അത് ഒഴിവാക്കി കഴിക്കുന്നില്ല. അപ്പോൾ പാണ്ടി പാണ്ഡ്യണ്ണ ചെറുപ്പത്തിലെ അവളെ വീട്ടു പണിക്ക് പോണതാ. അയാൾക്ക് നല്ല മഴ കഴിയും. നല്ല മഴയാണ്. മലയാളം പച്ച മലയാളം പേസും അയാൾ. പത്തനംതിട്ടയില് ഒരു വീട്ടിലായിരുന്നു കുറെ നാൾ. പത്തനംതിട്ട കേട്ടിട്ടാ? പത്തനംതിട്ടയിലായിരുന്നു കുറെ നാള് പാണ്ഡ്യന്റെ പണം തുടങ്ങുന്നത്. അവർ വീട്ടിൽ വരും. അവിടത്തെ ടൈപ്പ് മലയാളം അവിടുത്തെ വീട്ടുകാര് ആളെ കണ്ണടച്ച് വീടും നോക്കിയോളം പറയാം. അത്രയ്ക്കും വിശ്വാസനായിരുന്നു ആള്. ചെറുപ്പത്തിൽ തന്നെ കുളന്തയായിരിക്കുമ്പോ പോയി. കുളന്തയെന്ന് പറഞ്ഞ കുഞ്ഞ്. ആള് മരിച്ചു പോയി. അറ്റാക്ക് വന്നു.
എന്തോരം പണിയെടുത്ത മനുഷ്യനാ, പക്ഷെ ഇങ്ങനെ നല്ല അറ്റാക്ക് പണിയെടുക്കും, അതെ നന്നായി പണിയെടുക്കും. നന്നായി പണിയെടുക്കും. ആൾ ചായ കുടിച്ചോട്ടെ ചേട്ടാ. ചെട്ട് മേയ് ആ നമ്മുടെ ഓലക്കൂട്ടിലൊക്കെ എത്ര ഭംഗിയുടെ ആള് ചെയ്തേ. ഇപ്പുറം മേയ്. അയാൾ ഭാര്യ വീടുണ്ടാക്കി, ആ വീടുണ്ടാക്കി. ആ നാളെ പറഞ്ഞു വേണ്ടത്. അണ്ണന്റെ പല്ലൊക്കെ എത്ര പോയി? ആടി ആടി ഒന്നെണ്ണ പുടുങ്ങി ഓരോന്നോരോന്ന് പോയി. ഇപ്പൊ എത്ര പല്ല് പോയി? രണ്ടെണ്ണം ഉണ്ട്. രണ്ട് പല്ല്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണേ. ആള് ചായ കുടിച്ചോട്ടെ, ഇങ്ങോട്ട് വാ. അല്ല വർത്താനം പറയാനുണ്ട്. ഇനി പല്ല് വയ്ക്കുന്നുണ്ടാ? വയ്ക്കണ കാശ് കുറെ പെരുത്ത് കാശ് 50,000 വേണം. 40,000. അവിടെ 40,000 തമിഴ്നാട്ടില് ദിണ്ടുകല്. സ്വർണ്ണപ്പല്ല വയ്ക്കണേ? പല്ല് വയ്ക്കണം 40,000 വേണം. 50,000 സ്വർണ്ണപ്പല്ലാണോ വയ്ക്കണേ? ഇല്ല സാധാ പള്ള. സാധാ പല്ല് സ്വർണ്ണപ്പള്ള അല്ല. 40,000 വേണ്ടി വരും പല്ല് വയ്ക്കാൻ. 50 വരും. എവിടെ? തൃശ്ശൂര് ചോദിച്ചാ? ഇല്ല കേരള തമിഴ്നാട്ടില്. തമിഴ്നാട്ടില് ചോദിച്ചു. ഇവിടെ ചോദിച്ചാ? ഇവിടെ ചോദിച്ചാൽ കൂടുതൽ വേണം. ഇവിടെ കൂടുതൽ വരും. ആ ഒരു 20 കൂടെ വരും. ആ പക്ഷെ ഇവിടെ നല്ല പല്ല് വയ്ക്കുമോ? പല്ലിന് വ്യത്യാസം ഉണ്ടാ? 1.5 പള്ളി പോലെ വയ്ക്കും. എൻ്റെ പല്ലും തൃശ്ശൂർ പൂരം കണ്ടാ? ആ ഞാൻ പോയി. കുടമാറ്റം അപ്പം ഞാൻ പോവില്ല, ആ. ലേറ്റാ പോയി. ആ ലേറ്റായെന്ന് പറഞ്ഞ വെടിക്കെട്ട് വെടിക്കെട്ട് വെടിയേക്കാൾ 4 മണിക്കാ. ആ ഞാൻ പുറത്ത് പോയി. ആ പോയിട്ട് 8:30ക്ക് പോയി. ആ 10:00ക്ക് അങ്ങോട്ട് വന്ന് KSRTC വന്ന് ഇവിടെ ഇറങ്ങി. ആ KSRTC ആ 20 രൂപ ടിക്കറ്റ്. ആ മേളം കണ്ടാ? ആ കണ്ടു കളിച്ചിത്രം മേളം കണ്ടു കണ്ടു. നല്ല രസമുണ്ടാ? നല്ല അടിപൊളിയാ. ആ സൂപ്പർക്ക്. സൂപ്പർ സൂപ്പർ. ഞങ്ങള് അന്ത കൊടൈക്കനാലിലായിരുന്നു 3 ദിവസം. കൊടൈക്കനാല. ആ ഇത്ര കാലം മലയാളത്തിൽ ആളോട് പറഞ്ഞോടന്ന് ഇപ്പൊ തമിഴ് പറയുന്നത് കണ്ടിട്ട് എനിക്ക്. 3 ദിവസം കൊടൈക്കനാലിലായിരുന്നു ഞങ്ങള്. മൂന്നാള് ഞങ്ങള് 3 പേര്. റൂം പോട്ട്. ആ റൂം ഉണ്ടായിരുന്നു അവിടെ. റൂം ഒരു വില്ല. ആ ദിണ്ടിഗൽ മാവട്ടം. ദിണ്ടിക്കല് മാവട്ടം എന്ന് പറഞ്ഞ ജില്ല. അതെനിക്കറിയാട്ടാ. ജില്ല. ആ ദിണ്ടിക്കൽ ജില്ലയിൽ പെട്ടുള്ളതാണ് കൊടൈക്കനാൽ. ഞങ്ങൾ പോയത് പഴനിന്ന് മുകളിലേക്ക് കയറി. ഇത് അങ്ങനെ വളഞ്ഞു വന്നില്ല. വളഞ്ഞു വന്നില്ല. ദിണ്ടിക്കല് പോയില്ല. ചെമ്പട്ടി അല്ലല്ല, പൊള്ളാച്ചി, ഉടുമൽപേട്ട്, പഴനി, പിന്നെ കൊടൈക്കനാൽ. ആ ആ 65 കിലോമീറ്റർ കാറിൽ പോയി. കാറിൽ അവിടെ ഒരു ജീപ്പ് വിളിച്ചു. ജീപ്പ് അവിടെ ചെന്നിട്ട് സ്ഥലങ്ങൾ കാണാൻ. ചായക്ക് മാത്രം ഉണ്ടാ? പോതും. നേരത്തെ അല്ല നീ ആയിരിക്കല്ലേ? ഇന്ന് തൊട്ട് ഞങ്ങൾ നേരത്തെ എണീക്കാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ എണീറ്റു, എക്സസൈസ് ചെയ്തു, യോഗ ചെയ്തു, നടന്നു. ചായ കാപ്പി ഇന്നോട്ട് നിർത്തി. എന്നിട്ട് ഭക്ഷണം നിനക്ക് വേണ്ടി ഉണ്ടാക്കണ്ടേ? നിനക്ക് കാലത്ത് ഇവിടെ ജ്യൂസ് ഉണ്ടല്ലോ, നട്ട്സിന്റെ. അത് എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ? ഇവൻ ചായ കുടിച്ച് അപ്പം തന്നെ ഇങ്ങോട്ട് ജ്യൂസ് കുടിക്കാൻ വന്ന്, പിന്നെ ജ്യൂസ് കുടിച്ച് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും കഞ്ഞി കുടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജഗ്ഗുന്. അപ്പം അവൻ്റെ ബുദ്ധിമുട്ട് കാണാൻ എനിക്ക് വയ്യ. അത് കാരണം ഞങ്ങൾ കാപ്പി കുടിക്കില്ല. ഇവന് വയ്ക്കുമ്പോൾ എനിക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാവും. അത് കാരണം കൊണ്ട് ഞാൻ നിനക്ക് വെച്ചില്ല. നീ നേരത്തെ എണീക്കുകയാണെങ്കിൽ വെച്ചുതരാം. നീ നേരത്തെ എണീക്കുള്ളല്ലോ. നാളെ തൊട്ട് ട്യൂഷനല്ലേ, അപ്പോൾ നാളെ നീ നേരത്തെ എണീക്കുമ്പോൾ വെച്ചുതരുന്നുണ്ട് കേട്ടാ. ചായ കുടിച്ചിട്ട് പോവാലോ ട്യൂഷൻ. അത് കാരണം കൊണ്ട് 10 മണി 10:30 ആയിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കാറ്. പക്ഷെ ഇന്ന് 8:30 കഴിച്ചു. 8:45 പണികളൊക്കെ കഴിഞ്ഞു. കാലത്തേക്കുള്ള ഉച്ചക്കിലേക്കുള്ള ചാറ് കൂട്ടാനും എല്ലാതും വെക്കലും അടുക്കള ക്ലീനിങ് എല്ലാ പണിയും കഴിഞ്ഞെൻ്റെ. എന്നിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഇപ്പോൾ ഉറക്കം വരാം ചേട്ടാ. നല്ല സുഖമായിട്ട് ഊഞ്ഞാലാടുമ്പോൾ ഉറങ്ങിപ്പോ. ചേട്ടന് ക്ഷീണില്ല അല്ലേ? ചായ കുടി കഴിഞ്ഞ് വീണ്ടും തുടങ്ങിയ ആള് പണി. അപ്പോൾ ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടില്ലേ? നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞല്ല, ഈ ബ്രൂണെല്ലാം മിനിച്ചേച്ചിൽ ഒരു കൃഷി രീതി പറഞ്ഞത് ജർമ്മനിക്കാരെ. ജർമ്മൻ രീതിയാന്നാ പറഞ്ഞത്. ഒരു ജർമ്മൻ കൃഷി രീതിൻ്റെ ഇത്ര എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇവിടെ നോക്കിയാൽ ഇതൊക്കെ ഈ മാവും ഇതൊക്കെ വെട്ടിയിട്ടുള്ള ചപ്പ് ചവറുകൾ, ചില്ലകൾ, മരത്തിൻ്റെ ഇത് കംപ്ലീറ്റ് കുറേ നാളെ കിടക്കുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ ഇഷ്ടംപോലെ വിറകലുണ്ട്. പക്ഷേ
ആർക്കും വിറക് വേണ്ട, സുജിതിക്കും വേണ്ട. അതിന്റെ അടിയിൽ വലുതുണ്ട്, അത് വേണേ അവിടെ വലിയ കൊണ്ടുപോകും. വിറകുകളൊക്കെ ഉണ്ട്. പക്ഷെ ആവശ്യമില്ലാത്ത ആർക്കും വേണ്ട. അത് എന്ത് കാരണം എന്ന് എനിക്കറിയില്ല. കാരണം ആരും വിറക് വെച്ചിട്ട് ഇപ്പൊ വിറകടുപ്പ് കത്തിക്കില്ലേ? കത്തിക്കില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ബ്രൂണയിലത്തെ മിനി ചേച്ചി പറഞ്ഞിട്ടുള്ള രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജർമ്മൻ കൃഷി രീതിയാണ്. അത് ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ വിറകും ചവറുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലേ. ആ രീതി നമ്മൾ ഇവിടെ അവലംബിക്കാൻ പോണ കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അവരും. അത് മാറ്റം അല്ല, അത് മറ്റേ വലിയ ട്രൈകളിലല്ല ചെയ്യുന്നത്. അതൊരു പാത്രത്തിലാണ് അവര് ആ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുഴി എടുത്താൽ മതി. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ചെറിയൊരു കുഴി പോലെ ചാല് പോലെ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ ആദ്യം ചില്ലകൾ ഉണ്ടല്ലോ, അത് മരത്തിന്റെ ഈ ചില്ലകള് അതൊക്കെ വെക്കുക. അതിന്റെ മേലെ ചവറുകൾ കൊണ്ടിടുക. എന്നിട്ട് അത് നനച്ചു കൊടുക്കുക. 2 ആഴ്ച നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മണ്ണ്, ചകിരിച്ചോറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, കമ്പോസ്റ്റ്, എല്ലുപൊടി, അങ്ങനെയുള്ള വളങ്ങൾ എന്തിട്ടൊക്കെയാണെന്ന് വെച്ചാൽ ജൈവ ചാണകപ്പൊടി അതൊക്കെ കൂടിയിട്ട് മണ്ണ് മിക്സ് ചെയ്തിട്ട് ആ മണ്ണ് ഇതിന്റെ മേലെ ഇടുക. ഈ 2 ആഴ്ച കഴിയുമ്പോൾ 1 ആഴ്ച 2 ആഴ്ചയോ നനച്ചു കൊടുക്കുക വെറുതെ. അപ്പോൾ നല്ല സെറ്റ് ആവും അത്. എന്നിട്ട് അതില് തയ്യോ വിത്തോ ഗംഭീരമായി വളർച്ചയായിരിക്കും. പിന്നെ നനവ് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നതിലേ. ഇപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് ഇനി നമ്മൾ ജൂൺ മാസം വർഷകാലമാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർഷകാലത്ത് കുറെ പച്ചക്കറികളൊന്നും ചുവാവില്ല. പക്ഷെ നമുക്ക് പറ്റാവുന്ന ഇവിടുത്തെ ഇത് വെടുപ്പാക്കണം എനിക്ക്. അപ്പോൾ അവിടെ നിന്ന് വെടുപ്പാക്കി വരാണ്. അപ്പൊ ഈ പന്തലിട്ടിട്ട് പാഷൻ ഫ്രൂട്ട് വെക്കില്ലേ. പിന്നെ ഈ കാലുകൾ കണ്ട ഈ വണ്ടൻ കാലുകൾ, ഇത് ഇവിടെ കുഴി കൂത്തിയിട്ട് പാഷൻ ഫ്രൂട്ട് വയ്ക്കാൻ തന്നെ പരിപാടി. അപ്പം അങ്ങനെ കുറേ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് താമസം പിന്നെ നടപ്പിലാക്കുകയും ചെയ്യും. അതായത് ആ കോരിന് അണ്ണൻ ചോദിച്ചത് ഇതേ കണ്ടത് അവിടെ എടുത്തു വന്നോടത്തെ വലുതാണോ വേണ്ടത് ആൾക്ക്? അതന്നെ ആ വലിയ മാന്തണ സാധനോ അതവിടെ ഉണ്ട്. പിന്നെ നോക്കിയേ, നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിലേക്കാണ് ഇത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട എല്ലാ പുല്ലും അവിടെ വലിക്കുന്നത് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്കാണ്. ഇതിൽ കുറച്ച് ചാണകം അണ്ണൻ ഈ മറ്റേ കെട്ടുവല്ലി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇത് ഒരാൾക്കൊരു സംശയമുണ്ട്, ഈ കുഴി ഉണ്ടാക്കിയത് പണിക്കാരെ നിർത്തി ചെയ്തതാണോന്ന്. വീഡിയോ എടുക്കുമ്പോൾ മാത്രം ചേട്ടൻ വന്ന് നിന്നിട്ട് ബാക്കി സമയം പണിക്കാരെ കൊണ്ടാണോ ഈ കുഴി ഉണ്ടാക്കിയത് കമന്റ് വെച്ച് ചിരി വന്നു. കുഴി കണ്ടിട്ട് അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ലോന്നേ. സംശയം പ്രകടിപ്പിച്ചു. അത് തെറ്റാണ് കേട്ടോ, ഞാൻ തന്നെയാണ് ഇത് കുത്തിയിട്ടാ. ഇതിൽ ചാണകം കൊണ്ടിടും. അതൊക്കെ വളമൊക്കെ അമ്മരും ചെയ്യും. അണ്ണാ കിട്ടിയില്ലേ? നമ്മൾ എന്തിട്ട് കാര്യമായാലും പണിക്കാരെ നിർത്തുന്നുണ്ടെങ്കിൽ അത് കാണിക്കും. ഇപ്പൊ കണ്ടാണ് തന്നെ കാണിച്ചു. കാണാണ്ട് വേണമെങ്കിൽ കാണിക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. അണ്ണനെ കാണിക്കണ്ട. അവ മുഴുവൻ വെടുപ്പാക്കിയിട്ട് ഞാൻ കുറച്ച് കളക്കുന്നത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അറിയാൻ പോണില്ല. എഡിറ്റിങ്ങിലൊക്കെ മറയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മളെ അങ്ങനെ ചെയ്യും. നമ്മളത് അണ്ണൻ പണിയുണ്ട്. സുജിത ഇവിടെ വന്ന് പുല്ല് വലിക്കണമെങ്കിൽ സുജിത കാണിക്കും. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ആള് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ പണികൾ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ്. പിന്നെ ആ കോഴിക്കോട് പൊളിക്കാനല്ലേ വെച്ചത്. കോഴിക്കോട് പൊളിക്കാനാണ് എന്നെ നിർത്തി, അല്ലാണ്ട് നമ്മൾ വെച്ചിട്ടില്ല. അവിടെ കൃഷിക്ക് അണ്ണ അവിടെ ഉണ്ട് കേട്ടാ. അണ്ണൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചുള്ളനായിട്ട് പണിയുന്നു. അപ്പം നമ്മളിവിടെ നനയ്ക്കുന്നുണ്ട്. ഒരു ഗംഭീരമായൊരു വിളവെടുപ്പ് സാധനം കാണിച്ചു തരാട്ടാ. നിങ്ങളെല്ലാവരും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന കായകളോടിഞ്ഞ് തന്നെ. കായക്കൊലൊടിഞ്ഞു വീണോ അന്ന് കാണിച്ചതാ. എന്തുട്ടാ അല്ല ഇവിടുത്തെ വിളവെടുപ്പ് കായക്കൊല വെട്ടി ഒടിഞ്ഞു വീണതാണോന്ന് നോക്കിയേ. അല്ലാണ്ട് ഞാൻ നോക്കിട്ട് ഇവിടെ വിളവെടുപ്പിന് ഒന്നും കാണാനില്ല. കൊറേ പുല്ലും കാടുള്ളല്ലോ. പിന്നെ പുല്ലും കാടന്നെ ഭയങ്കര വിളവെടുപ്പല്ലേ. കൊറേ നേരമായി എന്റെ സസ്പെൻസ് സാധനം എന്തുട്ടാന്ന് കാണിച്ചതാ. അല്ല ഈ മദർച്ചേമ്പ് അതൊക്കെ പറിച്ചപ്പോ അതിന്റെ അടിയിൽ വല്ലതും അതിന്റെ അടിയിലുണ്ടായിരുന്നു. വെറുതെ വലിച്ചു നോക്കിയപ്പോ വലിപ്പുള്ളത് ഉണ്ടായിരുന്നു. അത് കാരണം അത് അവിടെ നിക്കണേ. അല്ലെങ്കിൽ ചേട്ടാ അന്നേ വലിച്ചു കളഞ്ഞു. മാസ് നമ്മൾ 6 മാസം മുമ്പ്
8 മാസം മുമ്പ് നമ്മൾ വിയറ്റ്നാമിലെ അവിടെ ഞങ്ങളുടെ ചെയ്യുന്ന ഒരു ചാക്കിലത്തെ കൃഷി രീതി കണ്ടു. അത് കൃഷി രീതി കണ്ടിട്ട് നമ്മൾ ഒരു ചാക്കിൽ കുറേ അത് കണ്ടോ, ഇത് വെച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ശരിയാ. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ഇതുവരെയായിട്ട് കണ്ടില്ല എന്ന് ആളുകൾ പറഞ്ഞു. അപ്പോൾ ഇത് നോക്കിയത് ഇപ്പോൾ ഉണങ്ങി, ഇതിനുള്ളിൽ വല്ല കുന്തണ്ടോ എന്നുള്ളത് ഇപ്പം നമുക്കറിയാം. ഇത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം വലുതായി കണ്ട് പോകണില്ല, എത്ര നനച്ചു കൊടുത്താലും കടാ. അപ്പം ഞാൻ ഈ ചാക്കിനെ ഇതിലത്രയ്ക്കധികം ചകിരി ചോറും അതൊക്കെ ചേർത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. വില വിയറ്റ്നാമുകാർ ചെയ്യുന്ന പോലെ വല്ല കുന്തയിലും ഉള്ളിലുണ്ടോ നോക്കാൻ അവർ ആക്കുമ്പോൾ ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെയായിട്ട് വരും അടർന്ന്. ഈ കൃഷി രീതി പരാജയമാണോ എന്നുള്ളത് ഇപ്പം നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കാണാനില്ല. ആ പാമ്പുണ്ടാ? ഏത് ചേർത്ത് ഇതാണ് ഇതിലത്തെ. എവിടെ നല്ല വലിപ്പം വരണ എവിടെ ഡോളർ എവിടെ ഡോളർ എവിടെ? അതന്നെ ഇതാണ് ഇതിൽ കിട്ടിയ മധുരക്കിഴങ്ങ്. അപ്പൊ അവര് നമ്മൾ കാണിക്കുന്നത് എന്തിട്ട് തട്ടിപ്പ് അവര് ശരിക്കും ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മള് പിന്നെ വെച്ചിട്ട് പിന്നെ ശരിക്കും കറക്റ്റ് ആയിട്ട് നനയ്ക്കാറൂല. അല്ല, അത് വളം ചെയ്തില്ല. ഇതിന്റെ ഉള്ളിൽ ചകിരിച്ചോറും മയ അതെ അതുപോലെ നീ കിട്ടും ചിലപ്പോ. $1 കിട്ടി. അതെ, ഇങ്ങനെ ചെറുതുകൾ വരുന്നുള്ള വലിപ്പം വരുന്നില്ല. കണ്ട ഈ ചാക്ക് കൃഷി രീതി നമ്മുടെ വളരെ നഷ്ടമാണെന്നുള്ളത് തെളിവ്. ഇവിടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലത്. കണ്ട ചാക്ക്. അതെ, ഇത് ഇത്രയ്ക്ക് പോകുന്ന സാധനങ്ങളൊക്കെ വലുതാവണം. കണ്ട ഇത് വലുതാവണില്ല. ഇനി ഇതിന് ഉപോത്ബലകമായി അല്ല, ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. വാ 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 ഇങ്ങോട്ട് വാ. ഞാൻ പോയിട്ട് അത് പറിച്ചോക്കേണ്ടത്. വാ, ഞാൻ നനക്കിണ്ട് വളർന്നിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ചെയ്തിട്ടുള്ള ഒരു ലക്ഷം വളം നമ്മൾ വെച്ച് കൊടുത്തില്ലേ? വളം ആ സമയത്ത് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളോ ഇത് ചേട്ടനെ ഒരു അങ്ങോട്ട് പറിച്ചപ്പോ ഒരു ഇത് കണ്ട കാരണല്ലേ അവിടെ നിർത്തിയത്. ഇതിനെ ഞാൻ തുടർന്നില്ല കേട്ടാ. കാരണം വെച്ചാൽ ഇതില് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ പറിച്ച് കാണിച്ചു തരാ. ഞാൻ പറഞ്ഞത് ഈ ചാക്കിൽ ഇനിയിപ്പോ പറയണത് നോക്കിക്കോ, അതിന് തലയിൽ നീണ്ടു പോയില്ലേ. പക്ഷെ ഈ വള്ളിയില്ലേ, ഈ മധുരക്കിഴങ്ങില്ലേ, ഈ മധുരക്കിഴങ്ങിന്റെ നീളം വല്ലാണ്ട് വന്നു കേട്ടാ. ഇനി ഇതിന്റെ കടയ്ക്ക് വല്ല ഉണ്ടോ നോക്കാലോ. നോക്കണോണ്ട് കുഴപ്പമില്ല. എന്തിട്ട് കുഴപ്പം? അല്ല, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞാലും ചേട്ടൻ നോക്കും. അതെ, തുറക്കാൻ പോണേട്ടാ. ഓപ്പൺ കാരോ. അല്ല, ഈ ഇതുപോലെ നല്ല തലാൻ നോക്കിട്ട് വേണം ഞാൻ വല്ല നട്ടു നോക്കാൻ. കട മണ്ണൊന്നും കട്ട വെച്ചിട്ടില്ലേ? കട്ട കുത്തിയില്ലേ? കണ്ടാ നനവില്ലേ? അല്ല, നനവ് പോയി. ഇത് ഇവിടെ ഉണ്ടാവാ. ആമ്പോ വിജയിച്ചു. ഇത് മതി സ്വപ്നം പോലെ ഞാൻ. അല്ല, $5 അപ്പൊ ഇത് കുഴപ്പമില്ലേ? പക്ഷെ നഷ്ടമാണ്. ഇങ്ങനെ ഒരു ചാക്കിൽ ഇത്രയ്ക്കധികം നമ്മൾ വളം കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടാ? ചിലപ്പോ ഉണ്ടാവും. ഇല്ല, അതിനുള്ള പഴുതാര. അമ്മേ വണ്ട പഴുതാര. പഴുതാര കൃഷിയാണോ? ഇല്ല, അതിനുള്ള സരിത. എന്തായാലും മണ്ണ് കണ്ടാ ഇതുവരെയായിട്ട് കട്ട പിടിച്ചിട്ടില്ല. അതാണ് ചകിരിച്ചോറും ചാണപ്പൊടിയും എല്ലാ വക കുന്തങ്ങളിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനം. ഇത് മാത്രമല്ലോ. അല്ല, ഇതിന് പറിക്കാൻ പോനിയാ. ഇത് പറിച്ചിട്ട് എനിക്ക് കൊള്ളി നടണം. ഞാൻ പറിക്കാൻ തന്നെ വന്നത്. ഇവിടെ ഓരോ സാധനത്തിൽ നടാൻ പോലെ. ഇനി അതെ, ഇവിടെ ചെയ്തിട്ട് നഷ്ടമൊന്നും പറയാൻ പറ്റില്ലട്ടാ. പപ്പായ പഴുത്ത് കിട്ടി. ഇഷ്ടം പോലെ വെണ്ടക്കായ കിട്ടുന്നുണ്ട്. ഇഷ്ടം പോലെ വെണ്ടക്കായ. അല്ലേ സരിത? എന്നും കിട്ടും ഒരു 5-6 വെച്ച്. കൊള്ളി കിട്ടൂല്ലോ. നീ മാത്രന്റെ കാര്യം. അല്ല, ഞാനിപ്പോ പിടിച്ച തോട്ടപ്പുളിക്ക് കിടന്നിട്ടേ ചുക്കുണ്ടി ഉണ്ടാക്കാനുള്ളതാണ് ഇത്. കൊള്ളി ചുക്കുണ്ട്. കൊള്ളി അന്ന് വലിച്ചെന്ന് വെച്ചാൽ ഉദ്ഘാടനം ചെയ്യും. വല്ലതും ഉണ്ടാ അതില്?
ഞാൻ ഇങ്ങനെ അയ്യോ നാണം കെട്ടവൻ. കൊള്ളി അല്ല ചേട്ടനല്ല കേട്ടാ ഉദ്ദേശിച്ചത്. അതെ എനിക്ക് വലിക്കാനുള്ള എന്തായാലും വേണമെങ്കിൽ എൻ്റെ ഒരു കൊള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ എന്നാ വാ വാ വാ, അത് പറിക്കാൻ പോവാ, അതെന്തായാലും പറിക്കാൻ പോവാ. ഇപ്പൊ പകരം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് അതിന് 2 കിഴങ്ങ് പറിച്ചെടുത്തുള്ള ഒരു കറി. ആ ഇവിടുത്തെ കൊള്ളി വലിയ കൊള്ളിയാ. 2 കിഴങ്ങ് വലിയത് പറിച്ചാ സൈതേണ്ട വാ, ഇവിടെ നിൽക്ക് വലിക്കേ. ഞാൻ ഇതല്ലെങ്കിൽ കായ്ക്കോട്ട് ഇത് മാന്താനായിട്ടാ. ഇത് ഭയങ്കര വലിപ്പാട്ടാ. ആ ഒന്ന് പിടിച്ച് നോക്കിയാ നിനക്ക് നേരെ വയ്ക്കാനാ. ഇങ്ങോട്ട് ഇളക്കി വെക്കാ ഒരു മിനിറ്റ് ഇങ്ങോട്ടില്ലേ. ആ പതുക്കെട്ട ആ, പൊട്ടിക്കും. പതുക്കെ ഇങ്ങനെ ആട്ടി ആട്ടി ഇളക്കാം. ആ വെള്ളം ഇറങ്ങുമ്പോഴേ ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. കൊത്തിരുത്തോണ്ടേ നമുക്ക് ഓടിക്കാണ്ട് കിട്ടുമെന്ന് അറിയാനാണ്. ആ കൊത്തിരുത്തോണ്ടല്ലേ വരുന്നുണ്ട്. ഇത് വല്ലാണ്ട് താഴ്ചയല്ല അതുകൊണ്ടല്ലേ. കായ്ക്കോട്ടെന്ന് മതിയല്ലോ. കൈക്കോട്ട് എടുത്തോണ്ടരാ. കായ്ക്കോട്ടിലൂടെ ഉണ്ട്. അങ്ങനെ ഭൂമി പിളർന്ന് അവൻ നീ പിടിച്ച് പൊക്കിയേ. നീ പോക്കാം പിടിച്ചോ. ആ പൊട്ടുണ്ട്. അതെന്തൊരു കൊള്ളിയാ. ഇങ്ങനെ മറിച്ചിട്ടേ ഓടിക്കണ്ട ഓടിക്കണ്ട. ഒടിഞ്ഞാ ഇല്ല. ഈ കൊള്ളിയില് പ്രത്യേക വെള്ളം ഒഴിക്കണ. ഓ 2 കിഴങ്ങ് വലിയത് നോക്കി സാർ, അത് കാവത്തിന്റെ പോലുള്ളൊരു ഷേപ്പ് അല്ലേ. ഒരു കാര്യം ചെയ്യാം, ഇത് അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ മോട്ടർ അടിക്കുന്നുണ്ട്, അവിടെ വെള്ളത്തിലേക്ക് പടയ്ക്കാൻ പറ്റും. ഇത് പൊക്കാം അങ്ങനെ. അയ്യോ ഇത് വെട്ടണ്ടേ? പറ്റേ അങ്ങനെ നടാ കൊണ്ടുപോവാ. ആ നല്ല സുമോ കൊള്ളിയല്ലോ ഇത്. ഗളികളിൽ നിന്നുള്ള കൊള്ളിയിലല്ലോ. അതെ ഞാൻ ഇവിടെ വയ്ക്കും ഞമ്മ പൈപ്പ് ഇങ്ങോട്ട് വലിക്കാം. ഇവിടെ വെച്ചോ, ഇവിടെ വയ്ക്കട്ടെ. ഇല്ല ഇവിടെ വെച്ചോ, പൈപ്പ് കൊടുക്കുമ്പോഴേ ഒരു 10-13 കിലോ ഉണ്ടാവില്ലേ. അവിടുന്ന് 2 കൊള്ളി എടുത്തതല്ലേ അല്ലേ ചേട്ടൻ? ഞാൻ വെച്ചപ്പോ നല്ല കൊള്ളി. ഇനി ബാക്കിയുള്ള നിങ്ങൾ നാളെ വെക്കുമ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാണ്ട് ഞാൻ എൻ്റെ കൊള്ളീനെ ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പൈപ്പ് മേടിക്കുന്നത് മറന്നേക്കോ. ഇത് പതുക്കെ അപ്പുറത്തേക്ക് വെച്ചിട്ട് അപ്പം അതിന് ഈ വെള്ളം പോണത് അതിന് ഗുണം ചെയ്യും. അപ്പൊ നമ്മുടെ ഈ മറ്റേ കൊള്ളി കടമ്പിലിപ്പല്ലേ മര്യാദക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായില്ലേ ചേട്ടാ? ചേട്ടൻ ഒന്നുകിൽ ഒരു ലോഡ് വളം കൊണ്ട് തട്ടും. വെണ്ണൂറ് മാത്രല്ലോട്ടാ, വേറെ ഒരു സാധനമില്ല ഇതിന്. ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യം നട്ടിട്ട് പിന്നെ വെണ്ണൂറ് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഇപ്പുറത്തുനിന്ന് ഞാൻ വേറെ മുറിച്ചെടുത്തു. ആ അത് വേണ്ടല്ലോ. ഒരു പ്രാവശ്യം ഇത് ചൂക്കണ്ടി ഉണ്ടാക്കാനൊക്കെ കൊണ്ടുപോവാം. ഇതേ കടന്ന് ഇവിടെ കൊണ്ടുപോയി എടുത്തിട്ട്. അപ്പോൾ അത് എത്ര ദിവസം ഇരുന്നാലും കുഴപ്പമില്ലേ? നമുക്ക് പലതിനും ഇല്ല. ഞാൻ നാളെ ചെത്താം, ചെത്തി ഉണക്കാം. കൊള്ളിപ്പൂട്ടുണ്ടാക്കാതെ ഉണക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുന്നില്ല. ഇനി ഇതുമ്പോൾ കൊത്തമരയാണ് കേട്ടോ. കൊത്തമര ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കൊരു കൂട്ടാനുള്ള കൊത്തമര ഉണ്ട് കേട്ടോ. നോക്കിയേ തരുത്ത് പൊട്ടിച്ച് നോക്കിയേ. ഈ സാള് ചെറുതായിക്കോട്ടെ, പക്ഷെ കൊത്തമര ഇഷ്ടം പോലെ ഇതുമേ. ആ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നത്തെ കഴിഞ്ഞ വല്ല മഴ പെയ്യേണ്ടി വരും. ആ വെട്ടൊത്തിരി അവിടെ വെട്ടു. അപ്പൊ പിന്നെ തറി ഇവിടെ വെച്ചിട്ട് എവിടെ വെട്ടോ തിരിച്ചു ഞാൻ വെട്ടത്തിന് അവിടെ പറക്കണോടത്ത് വെട്ടത്തിന് അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ട് പറഞ്ഞില്ലേ. ഒരു കത്തിയും ഇതും കൊണ്ടുവന്നില്ലേ? ഇതേപോലെ ഇങ്ങനെ പറച്ചിട്ട് ഒരു കട പുറത്ത് നടന്നിട്ട് പണിക്കാരൻ ചെക്കൻ വന്നപ്പോ അതിന് ഇതേപോലെ
നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് ഈ കൊള്ളിത്തറി എനിക്ക് നടാനാ നല്ല. നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ്. ആ ഞാൻ പറയുന്നത് ശരിയില്ല. നല്ല തറി കണ്ട. ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു. എനിക്കറിയാം. ഇതിലത്തെ വെള്ളം എടുത്തിട്ട് ഇതിൽ വള ഇതിലെന്തോരം മീൻ ഇട്ടുണ്ടായിരുന്നു ജഗ്ഗു? ഇത് നമുക്ക് സമയത്ര ജഗ്ഗു? സമയം 4:15. നിങ്ങളുടെ നീ എവിടെയും മധുരം ചെമ്പ് വെച്ചത്? ഇതോടെ ചോണി ഇത് ഉപ്പും പോണ്ടുവാ തൊലി ചെയ്തിട്ടേ ഉപ്പും പോട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കൃഷി രീതി. കൃഷി രീതിയാ? അല്ല, നമ്മുടെ കൃഷിയിലെ വിളവെടുപ്പ് ഇപ്പൊ നമ്മുടെ അല്ല ചേട്ടന്റെ. നമുക്ക് അവിടെ മധുര കെട്ടിന്ന് കണ്ടിട്ട് വരാം. മധുര കെട്ടില് കഴിഞ്ഞാ? മത്തങ്ങ അവിടെ ഉണ്ട്. മത്തങ്ങ വരെ പൊട്ടിച്ച് പോവാം. മത്തങ്ങ ഉണ്ടോ? മത്തങ്ങ കേട്ടോ, ചെറിയ മത്തങ്ങ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് ശരിക്കും ഒരു കൂട്ടാന്, ഒരു വീട്ടിലേക്ക് ഒരു കുഞ്ഞു കുടുംബത്തേക്കുള്ള കൂട്ടാൻ. കുക്കുംബർ തിന്നാ വേണോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കുക്കുംബർ ഇതാ വാ. കുക്കുംബർ സരിതിക്കാണ്. കുക്കുംബർ തന്നെ വെറുതെ തിന്നോ, നല്ലതാണ്. വേണ്ട ഇത് പറഞ്ഞോടിയില്ല. അവിടെ ഉണ്ടാ? എവിടെ പൊടിക്കാം? ഇത് മതിയാ? അതിൻ്റെ ഉള്ളിലുണ്ടാ? അത് വേണ്ട പിന്നെ പൊടിയാ. ഇതേ സരിതിക്ക് പറഞ്ഞ ചെയ്യൂല. നല്ല ഞാൻ ഒരെണ്ണം വേണ എന്നാ മതിലിൻ്റെ അടുപ്പ്. മത്തങ്ങ ഉണ്ടാവണ്ട അവിടെ. കഴിഞ്ഞൂലേ ഒരു വിധം? ഇവിടുത്തെ ഒരു ഇതായില്ല. കൊറേ നാളായിട്ടില്ല അങ്ങോട്ട് വന്നിട്ട്, ഇവിടേക്ക് വന്നിട്ട് ഇരുന്നിട്ട്, ഇതിമ്മ വന്നിട്ട് ഇരുന്നിട്ട്. ആനിവേഴ്സറിക്ക് വന്നാലും ഇവിടെ ഇരുന്നില്ല. എന്താ ചേച്ചി അവിടെ നിക്കണേ? ആനിവേഴ്സറിക്ക് വന്നാലും ഇവിടെ ഇരുന്നില്ല. സാറില്ലേ ആരെങ്കിലും കൊണ്ടുപോയി പോണ്ടല്ലോ. നാശൈകൾ പോണില്ലല്ലോ. മതിലാണാവേ ശബ്ദം കേൾക്കും. അതിങ്ങനെ തിന്നണ ചവയ്ക്കണ ഒരു ശബ്ദം വരും. മാങ്ങ പൊട്ടിച്ചല്ലേ ചേട്ടൻ പ്ലിയൂര്? അല്ല, പഴുപ്പിക്കാനായിട്ട് പൊട്ടിച്ചേക്കാറില്ലേ? അത് നമുക്ക് കയറാൻ പറ്റാതെ വലിപ്പം കഴിഞ്ഞില്ലേ. മധുരച്ചെത്തിയേക്കലും കഴിഞ്ഞു. നമ്മുടെ ഫിനിഷിങ് ഇതാണ് മധുര. മോള് ആണി വെച്ചിട്ടുണ്ടല്ലേ? പിള്ളേരുകൾ വന്ന് കയറില്ലേ? കണ്ടാ കെട്ടി കഴിഞ്ഞു. ചെറിയ പച്ചക്കറികൾ കണ്ടോ? ചെറിയ പച്ചക്കറികള് പച്ചമുളക് ഇങ്ങനെ നീളങ്ങനെ ഇത് നൽകണ്ടതല്ലേ നമ്മള്? പയറ് വലിയിട്ട് മൂടിയേക്കാല്ലേ, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഇങ്ങനെ വലിയിട്ട് മൂടി അണ്ണാർകണ്ണന്മാരും തത്തമ്മകളും കൊണ്ടുപോയി. പയറ് 1,00,000 രൂപ 80,000 രൂപ പൊടിഞ്ഞു ഇവിടെ. ഒരു മതില് ഇങ്ങനെ വെറുതെ ഇടിഞ്ഞു വീണാന്. മണ്ണ് കണ്ട ഇവിടത്തെ. ഇനി ഇതേ ഇവിടെ ഈ സിമെന്റും പിന്നെ ആൾക്കാർ ചവിട്ടി നടന്നിട്ടൊക്കെ ഉറച്ചിട്ട് നല്ലൊരു പണി എടുക്കണല്ലേ ചേട്ടൻ. ഇതിനെ കൊത്തി ഇളക്കി. 2 മാസാ? അടുത്ത മാസല്ലേ? അടുത്ത മാസം 30-ാം തീയതി, ജൂൺ 30-ാം തീയതി അല്ലേ? ബർത്ത്ഡേ എന്നാണ് വെല്ലിച്ചന്റെ റിട്ടയർമെന്റ്. അന്ന് കേക്ക് ഇവിടെ മുറിച്ചിട്ട് ഭക്ഷണം ഇവിടത്തേക്ക് കഴിക്കാം. ഞങ്ങള് വരെ ഞങ്ങള് അവിടേക്ക് ഇന്നോട്ട് നമുക്ക് വീഡിയോ എടുക്കണം പറഞ്ഞോണ്ട് അംബിക മേനൻ എന്ന് പറഞ്ഞ ചേച്ചില്ലേ? അല്ലായിരുന്നെ അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് അവിടുന്ന് വരില്ല. എല്ലാവരും കൂടിയിട്ട് അല്ല ചേട്ടൻ ഇവിടെ ഇങ്ങനെ ആഘോഷമായിട്ട് കൊണ്ടാക്കണത് അല്ലേ? ബാൻഡ് സെറ്റ് ഒക്കെ ഉണ്ടാവോ? അവസരമാണ് നമുക്കാക്കാലോ.
മറ്റേത് രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്ത പെണ്ണുങ്ങൾ താലം പിടിച്ചിട്ട് നാസിക് ഡോളൊക്കെ വെച്ചിട്ട് അതെ പഠിക്കാം അല്ലേ? ചിങ്കാരി മേളം മതിയാ? അതെ, നമുക്കിവിടെ എല്ലാവരും അറിയിക്കണ്ടേ. അങ്ങനെ നമ്മുടെ കൊള്ളി എടുത്തിട്ട് അല്ലേട്ടൻ അധ്വാനിച്ചെടുത്ത കൊള്ളി എടുത്തിട്ട് ഞാൻ പോവാണ് കേട്ടാ. ഇത് നമുക്ക് നാളെ ചെത്തി ഉണക്കാട്ടെ സരിതേ. ചെത്തി ഉണക്കിയിട്ട് നമുക്ക് ചുക്കുണ്ടി ഉണ്ടാക്കണം. കൊള്ളി കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ടേസ്റ്റുള്ള സാധനം എന്ന് ഞാൻ പറയും.